ശരി, അതിൽ ഇപ്പോൾ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ കൃത്യം ഇനി 1 മണിക്കൂറേ ഉള്ളൂ വോട്ടെണ്ണൽ തുടങ്ങാൻ. 7:02 ആയിരിക്കുന്നു. 7 മണിക്ക് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 51,000 പോസ്റ്റൽ ബാലറ്റുകളാണ് വിതരണം ചെയ്തിരിക്കുന്നത്. 51,000 പോസ്റ്റൽ ബാലറ്റുകളുടെ ആദ്യ ട്രെൻഡ് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും ക്യൂ ഒക്കെ അവസാനിച്ച് പോളിംഗ് ഏജന്റുമാർ അകത്തേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ സ്ട്രോങ് റൂം തുറക്കാനുള്ള സമയമാണ്. സ്ട്രോങ് റൂം അല്പസമയത്തിനുള്ളിൽ തുറക്കുമെന്ന് നേരത്തെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അത് തുറന്നു കഴിയുന്നു. പിന്നീട് അതിന്റെ പ്രൊസീജിയറുകളാണ്, നടപടിക്രമങ്ങളാണ്, ഒപ്പ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു. അതിന് പിന്നാലെ 8 മണിയോടെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും എല്ലാവരും ഇവിടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പോവുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ തന്നെ പ്രവർത്തകർ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് അനുഭവപ്പെടുന്നത്. ഏതായാലും എന്താകും സംഭവിക്കുക എന്നതാണ് ചോദ്യം. അത് എല്ലാവരുടെയും മുഖങ്ങളിലുണ്ട്. പക്ഷേ പലപ്പോഴും BJP പ്രവർത്തകരുടെ മുഖങ്ങളിൽ കുറച്ചുകൂടി സന്തോഷം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തേജസ്വിയുടെ ക്യാമ്പ് അല്പം നിരാശയിലാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത്. ഏതായാലും ആരാകും വിജയിക്കുക എന്നത് പ്രവചനാതീതമായി നിൽക്കുന്ന സാഹചര്യം. എക്സിറ്റ് പോൾ ഫലങ്ങളെ മുഴുവൻ തള്ളിക്കളയുകയാണ് തേജസ്വി യാദവ്. ജനവിധി, യഥാർത്ഥ ജനവിധി, എക്സിറ്റ് പോളുകൾ വ്യാജമാണ്. ഗോദി മീഡിയ തയ്യാറാക്കുന്ന എക്സിറ്റ് പോളുകളാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഓഫീസ് പറയുന്ന നിർദ്ദേശമാണ് ഗോദി മീഡിയ നടപ്പാക്കുന്നത്. അതുകൊണ്ട് അത് തൽക്കാലം നിങ്ങൾ നോക്കേണ്ടതില്ല. ജനവിധി അറിയാൻ കാത്തിരിക്കൂ എന്നാണ് തേജസ്വി യാദവ് അണികളോടും ജനങ്ങളോടും പറയുന്നത്. ഏതായാലും എന്ത് സംഭവിക്കുമെന്നതാണ് ചോദ്യം. തേജസ്വി നൽകിയ വാഗ്ദാനങ്ങൾ, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പരിശോധിക്കുമ്പോഴാണ് എന്താകും. ഈ തേജസ്വിയുടെ വാഗ്ദാനമാണ് നമ്പർ 1 വാഗ്ദാനം എന്നതാണ് പൊതുവിൽ ഉയർന്ന ചർച്ച. ഓരോ വീട്ടിലും ഒരു സർക്കാർ ജോലി എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാഗ്ദാനം. പക്ഷെ ആ വാഗ്ദാനം കൊണ്ട് മാത്രം വിജയിക്കാനാകില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു സംവിധാനമായി പ്രവർത്തിച്ചാൽ മാത്രമേ വിജയം ഉറപ്പാക്കാനാകൂ. ഈ BJP വിരുദ്ധ വോട്ടുകളൊക്കെ പെട്ടിയിൽ വീഴുകയും വേണം. പക്ഷെ അതൊക്കെ സംഭവിച്ചോ എന്നറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരുന്നേ മതിയാകൂ. ഏതായാലും പട്നയിലാകെ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ ഓളം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഒരു ആവേശം നമ്മൾ കാണുന്നുണ്ട്. അവസാന ഘട്ടത്തിലെത്തിയ പോളിംഗ് ഏജന്റുമാർ അകത്തേക്ക് കയറാൻ തിടുക്കപ്പെടുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ വോട്ടെണ്ണൽ തുടങ്ങാൻ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതുവരെയുള്ള കണക്കൂട്ടലൊക്കെ മാറിക്കൊണ്ട് യഥാർത്ഥ ജനവിധി പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഇത് രാജ്യത്തിന് ഒരു സ്പെസിമെൻ ആയി എടുക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പായി മാറുമോ? പ്രത്യേകിച്ചും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്ത് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനത്തെ വിധിയെഴുത്താകുമ്പോൾ. ഉറപ്പായും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ SIR നടപ്പാക്കിയ ശേഷം ഇപ്പോൾ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം പരാജയപ്പെടുകയാണെങ്കിൽ, NDA സഖ്യം അധികാര തുടർച്ച നേടുകയാണെങ്കിൽ ഉറപ്പായും SIR വിഷയം വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ കത്തിവരാൻ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, H5L വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഹരിയാനയിൽ സംഭവിച്ചത് ബീഹാറിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നത്. അപ്പോൾ ബീഹാറിന് ശേഷം മറ്റൊരു വലിയ നീക്കം ഒരുപക്ഷെ ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയാവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മഹാസഖ്യമാണ് വിജയിക്കുന്നതെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷം കൂടുതൽ ശക്തിപ്പെടും. ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി ശക്തിയിലായിരിക്കും ഇനി പ്രതിപക്ഷത്തിന്റെ നീക്കം. പിന്നെ നിതീഷ് കുമാറിന്റെ മാറ്റമൊക്കെ തന്നെ പിന്നീട് കാണേണ്ടി വരും. ദേശീയ രാഷ്ട്രീയം കലങ്ങിമറിയുന്ന ഒരു സാഹചര്യം വരും. അതാണ് ബീഹാറിനെ സംബന്ധിച്ച് ഏറെ ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകുന്നത്. അതുകൊണ്ട് ബീഹാറിൽ എന്ത് സംഭവിക്കുമെന്നത് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.